الحمد لله جاعل اللوح والقلم والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم المبعوث إلى كافة الأمم وعلى آله وأصحابه أهل الجود والكرم. വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന സമസ്തയുടെ ഈ ശരീഅത്ത് സംരക്ഷണ സംഗമത്തിൽ, ചരിത്രപ്രധാനമായ ഈ സമ്മേളനത്തിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി അവർകളെ, വേദി നിറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാർ, ഞാൻ ഓരോരുത്തരെ അഭിസംബോധന ചെയ്ത് സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിശിഷ്ടാതിഥികളടക്കം വളരെ പ്രധാനപ്പെട്ട സംസാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സദസ്സിൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ ആദരപൂർവം അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനം അതിൻ്റെ രണ്ട് കണ്ണുകൾ തുറന്ന്, ഒരു കണ്ണ് ചരിത്രത്തിലേക്കും മറ്റൊരു കണ്ണ് ഭാവിയിലേക്കും തുറന്നു പിടിച്ചിരിക്കുകയാണ്. ശരീഅത്തിന്, മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജനാധിപത്യപരമായി, സമാധാനപരമായി, ഭരണഘടനാനുസൃതമായി സംഘടിച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ മതേതര വിഭാഗങ്ങളുടെ എല്ലാം ശ്രേണിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ സമ്മേളനവും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാസമ്മേളനം ഇതേ മുതലക്കുളത്ത് ഇതുപോലുള്ളൊരു സമയത്ത് നടന്നത് സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ അബ്ദുൽ നാസർ ഫൈസി കൂടത്തായി ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ഇന്നലെ കഴിഞ്ഞ പോലെ ആ സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലും തെളിഞ്ഞു വരുന്നു. ആ സമ്മേളനത്തിൻ്റെയൊക്കെ പിന്നിൽ വളരെയേറെ പ്രവർത്തിച്ചവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരെ ആദ്യമായിട്ട് ഈ വിഷയം ധരിപ്പിക്കുന്നതിന് വേണ്ടി ചെന്നുപോയി കണ്ടത് രണ്ടുപേരായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബും സേട്ട് സാഹിബിനോടൊപ്പം ഞാനും. എനിക്കോർമ്മയുണ്ട്, വെള്ളിമാട് കുന്നിലെ ഇടവഴിയിലൂടെ, അന്നവിടെ റോഡില്ല, പോകുന്ന വഴിക്ക് ഞാൻ സേട്ട് സാഹിബിനോട് പറഞ്ഞു, ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് പോവല്ലേ, സന്തോഷത്തിന് എന്തെങ്കിലും ഒരു ഉപഹാരം, ഒരു ഹദിയയുമായിട്ട് നമുക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വണ്ടി നിർത്തി കുറച്ച് പഴങ്ങൾ വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി. ആ വീട്ടിലേക്കന്ന് കടന്നു ചെന്ന ആ സമയം പിന്നീടൊരു ചരിത്രത്തിൻ്റെ തുടക്കമായി. ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഇറക്കമാണ് അന്ന് ആ ശരീഅത്ത് പ്രസ്ഥാനത്തെ ഈ കേരളക്കരയിൽ വലിയ ഒരു തടുക്കാനാകാത്ത കുത്തൊഴുക്കായി, ജനങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കായി മാറ്റുകയുണ്ടായത്. ഇവിടെ വെച്ചന്ന് ശംസുൽ ഉലമ നടത്തിയ പ്രസംഗം
ലോകപ്രശസ്ത പണ്ഡിതനായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയുടെ സാന്നിധ്യം, പിന്നെ എന്തൊക്കെ സംഭവ പരമ്പരകൾക്കത് തുടക്കം കുറിച്ചു, ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ വിശദമായി കടന്നു ചെല്ലുന്നില്ല. അത് പരാമർശിക്കേണ്ട സന്ദർഭമല്ല ഇത്. സമയമാകട്ടെ വളരെ പരിമിതവുമാണ്. പക്ഷെ ഒരു കാര്യം തീർത്തു പറയാൻ സാധിക്കും. മുതലക്കുളത്തെ അന്നത്തെ സമ്മേളനം ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നുവെങ്കിൽ ആ നാഴികക്കല്ല് നാട്ടുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറ്റൊരു നാഴികക്കല്ല് മുതലക്കുളം മൈതാനിയിൽ ഇതാ ഇവിടെ വെച്ച് വീണ്ടും നാട്ടുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് നാം സാക്ഷികളായി തീർന്നിട്ടുള്ളത്. അന്ന് പറയുന്നതും ഇന്ന് പറയുന്നതും ഒരേ കാര്യമാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ചാലിയാർ പുഴയിലൂടെ വെള്ളം കുറെ ഒഴുകിപ്പോയിരിക്കുന്നു. ഞാനീ പറഞ്ഞ 3 പേര്, 3 മഹാന്മാർ, 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മൗലാന അലി മിയാൻ വിട പറഞ്ഞു, ശംസുൽ ഉലമ വിട പറഞ്ഞു, സഡ് സാഹിബ് വിട പറഞ്ഞു. അന്ന് ആ വേദിയിലുണ്ടായിരുന്നവർ, സദസ്സിലുണ്ടായിരുന്നവർ ചിലരൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാകും. മറ്റു പലരും പരലോക യാത്ര ചെയ്ത് പോയിരിക്കുന്നു. പക്ഷേ എന്തൊക്കെ മാറിയാലും മാറാത്ത ഒന്നുണ്ട്. ചന്ദ്രനെപ്പോലെ സൂര്യനെപ്പോലെ മാറാത്ത ഒന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന الذിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെയാണ് ഇതിനെ കാത്ത് സൂക്ഷിക്കുന്നതും എന്ന് അല്ലാഹുവിന്റെ അചഞ്ചലമായ ആ വിളംബരത്തെ, പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുമാറും ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹം മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് വ്യക്തി നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഏകീകൃത സിവിൽ നിയമം ബഹുസ്വരതയുടെ കടക്ക് കത്തിവെക്കുന്ന ഏർപ്പാടാണ്. ഇന്ത്യക്കും ലോകത്തിനും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ബഹുസ്വരതയാണ്. ഇന്ത്യ ഇത്രയും കാലം നിലനിന്നത് ബഹുസ്വരത കൊണ്ട് മാത്രമാണ്. ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇന്ത്യ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന്? അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. പല സംസ്കാരങ്ങൾ ലോകത്തിൽ നിന്ന് അസ്തമിച്ചുപോയി. പല പല രാജ്യങ്ങളില്ലാതെയായി. ഇന്ത്യ നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, ശക്തിയോടെ, ഓജസ്സോടെ, പ്രൗഢിയോടെ, പ്രതാപത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കൊടിക്കൂറ ഉയർന്നു പറക്കുകയാണ്. അതിന് കാരണം വൈവിധ്യങ്ങളെ മാനിച്ച് അംഗീകരിക്കുന്ന ഇന്ത്യയുടെ സ്വഭാവമാണ്, ഇന്ത്യയുടെ പ്രകൃതമാണ്, ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ഇത്രയും കാലം നമ്മളത് നിലനിർത്തി. നൂറ്റാണ്ടുകളിലൂടെ നാം അത് നിലനിർത്തി. പലരും വന്നു ഇന്ത്യയെ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. അഖ്വാമെ ആലം കെ എ ഫിറാഖ് കാഫിലെ ബസ്തേ ഗയേ ഹിന്ദുസ്ഥാൻ ബൻതാ ഗയാ. രഘുപതി സഹായി ഫിറാഖ് ഗോരഖ്പുരി, കമ്മ്യൂണിസ്റ്റുകാരനായ ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നായകനായ കവി, അദ്ദേഹത്തിന്റെ വരികളാണ്. ലോക ജനതകളുടെ യാത്രാ സംഘങ്ങൾ വന്നുകൊണ്ടേയിരുന്നു, പാർത്തുകൊണ്ടേയിരുന്നു, ഇന്ത്യ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എല്ലാവരും ചേർന്ന് ഇന്ത്യയെ നിർമ്മിച്ചു. മനോഹരമായ ഇന്ത്യ. ആ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായത് ഇതിന്റെ വൈവിധ്യ സൗന്ദര്യമാണ്. ഒറ്റ അച്ചിൽ വാർത്തതല്ല ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടത് ഏകീകരണമല്ല, ഐക്യമാണ്. യൂണിറ്റി ഈസ് ഡിഫറൻറ്റ്, യൂണിഫോമിറ്റി ഈസ് വെരി 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 ഡിഫറൻറ്റ്. ഐക്യം വേറെ, ഏകീകരണം വേറെ. ഇന്ത്യക്കെന്നും ഐക്യമുണ്ടായിട്ടുണ്ട്, ആ ഐക്യം ഇനിയും ഉണ്ടാകും.
ഇന്ത്യയുടെ ഐക്യം നിലനിർത്താൻ ഇന്ത്യയിലെ സകല ജനതകളും ഒറ്റക്കെട്ടാണ്. ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇന്ത്യൻ ജനതക്കിടയിലില്ല. ഇത്രയും കാലം ഇന്ത്യയെ നിലനിർത്തിയത് ഭാഷകൾ, മതങ്ങൾ, ജീവിത രീതികൾ, വേഷവിധാനങ്ങൾ ഒക്കെ വ്യത്യസ്തമായി കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജനത ഇന്ത്യയെ നിലനിർത്തിയത്. ആ വൈവിധ്യമാണ് ഇന്ത്യയുടെ ശക്തി. ആ വൈവിധ്യം നിലനിൽക്കണം. ഇപ്പോഴിതാ പുതിയ ചില അഭിപ്രായഗതിക്കാർ വന്നിരിക്കുന്നു. ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണെന്നാണ് പറയുന്നത്. അതിനവർ കൂട്ടുപിടിക്കുന്നത് ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇത് കേട്ടാത്തൊന്നും ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഇത് മാത്രമാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന്. 44-ാം അനുച്ഛേദം ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശമല്ല, നിർദ്ദേശം മാത്രമാണ്. ഭരണഘടനാ ശില്പികൾ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചു. ഞാൻ സംസാരിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനാണ് ഇന്ന് ആകെയുള്ള ശ്രമം. ഇപ്പോഴത്തെ ഈ പ്രചാരണം കേട്ടാൽ തോന്നും ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആകെ ഏകീകൃത സിവിൽ നിയമത്തിന്റെ കാര്യമേ പരാമർശിച്ചിട്ടുള്ളൂ എന്ന്. അതിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കണം? അതിലെ 45-ാമത്തെ ഖണ്ഡിക എടുക്കൂ. 14 വയസ്സ് തികയുന്നതിന് മുമ്പ് കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഇന്ത്യയിലെ സകല കുഞ്ഞുങ്ങൾക്കും ഉറപ്പുവരുത്തണം 10 വർഷത്തിനകം എന്നാണ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എഴുതി വച്ചിരുന്നത്. 10 കൊല്ലം കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭരണഘടനയുടെ 93-ാം ഭേദഗതി കൊണ്ടുവന്ന് സൗജന്യമായ വിദ്യാഭ്യാസം ഇവിടെ എഴുതി ചേർത്തത്. 50 കൊല്ലെടുത്തു. ആരും എന്തേ ഒച്ചപ്പാടുണ്ടാക്കാതിരുന്നത്? ആരും അതിന്റെ പേരിലൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അതവിടെ ഇരിക്കട്ടെ. 47-ാം ഖണ്ഡികയെ പറ്റി എന്തുകൊണ്ടാണ് ആരും പറയാത്തത്? ഇന്ത്യ മുഴുക്കെ സാർവത്രികമായി മദ്യം നിരോധിക്കണം എന്നാണ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലെ 47-ാം അനുച്ഛേദം. ലോകത്ത് ഏറ്റവും അധികം മദ്യം വിൽപ്പന ചെയ്യപ്പെടുന്ന ലോക വിപണികളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിലെ 18% വിഷം നിറഞ്ഞ മദ്യമാണ്. മനഃപൂർവ്വം നടക്കുന്ന ആത്മഹത്യാശ്രമങ്ങളിൽ 34% ഇന്ത്യയിൽ മദ്യവുമായിട്ടും മദ്യപാന്മാരുമായിട്ടും ബന്ധപ്പെട്ടതാണ്. തൊഴിൽ സ്ഥലങ്ങളിൽ നടക്കുന്ന അപകടങ്ങളിൽ 40% പിറകിലുള്ള വില്ലൻ മദ്യമാണ്. 70% റോഡ് അപകടങ്ങളുടെ പിറകിൽ മദ്യമാണ്. എന്താ വേണ്ടേ? ഇന്ത്യ മുഴുക്കെ മദ്യം നിരോധിക്കണ്ടേ? അതിനോട് തത്തുല്യമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനോട് താരതമ്യം ചെയ്യാനെങ്കിലും സാധിക്കുന്ന എന്ത് കുഴപ്പമാണ് ഇവിടെ മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയത്? ചിന്തിക്കണ്ടേ? വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എല്ലാരും കൂടി ബഹളമുണ്ടാക്കിയാൽ നുണ തന്നെയായിരിക്കും. ആ നുണകളെ തോൽപ്പിക്കാൻ 10 മാറ്റുള്ള പവൻ കണക്കിന് ഉദിച്ചു നിൽക്കുന്ന സത്യവുമായിട്ടാണ് ഇന്ത്യൻ ജനത മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മതസ്വാതന്ത്ര്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതുകൊണ്ടും തീർന്നില്ല. സ്ത്രീകളെ പറ്റിയല്ലേ പറയണത്? 85% ഇന്ത്യയിലെ പുരുഷന്മാർ ഭാര്യമാരെ ഉപദ്രവിക്കുന്നതിൽ 85% പിറകിൽ മദ്യമാണ്. ആ പെൺകുട്ടികളുടെ കണ്ണീരൊപ്പണ്ടേ? അതിന് നിയമം നടപ്പിലാക്കണ്ടേ? ഏകീകൃത സിവിൽ നിയമം പറഞ്ഞ അതേ സ്ഥലത്താണ് മദ്യനിരോധനവും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം വ്യക്തി നിയമം ഏറെ പോയാൽ ബാധിച്ചാൽ തന്നെ ബാധിക്കുന്നത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളെ മാത്രമാണ്. മദ്യത്തിന്റെ സ്ഥിതി അതല്ല. മദ്യം ഇന്ത്യൻ ജനതയെ മുച്ചൂടും ബാധിക്കുന്ന മാറാവ്യാധിയാണ്.
അതല്ലേ ആദ്യം തിരുത്തേണ്ടത്? പെണ്ണിന്റെ കണ്ണീരാണ് പ്രശ്നമെങ്കിൽ, ഞാൻ വീണ്ടും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഇന്ത്യയിലെ ആണുങ്ങളിൽ 85% പേരെയും ആ ഉപദ്രവത്തിന് പ്രേരിപ്പിക്കുന്നത്, സജ്ജമാക്കുന്നത് മദ്യമാണ്. മിണ്ടാട്ടില്ല, മൗനമാണ്. ഇത്രയൊക്കെ പോരെ ഈ പ്രചാരണത്തിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം മനസ്സിലാക്കാൻ? വളരെ വ്യക്തമാണ് ഇതിന്റെ പിന്നിലുള്ള ഒളി അജണ്ടകൾ. ആ ഒളി അജണ്ടകളെ തിരിച്ചറിയാനുള്ള വിവേകം ഇന്ത്യൻ ജനതക്കുണ്ട് എന്ന് മാത്രം ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 85% ഉപദ്രവം മാത്രമല്ല, ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന വിവാഹമോചനങ്ങളിൽ നല്ല ഒരു ശതമാനം വിവാഹമോചനത്തിന്റെ പിറകിൽ മദ്യമാണ്. ഏകീകൃത സിവിൽ നിയമം ഇവിടെ നടപ്പിലാക്കാത്തതുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടായിട്ടുള്ളത്? മദ്യം നിരോധിക്കാത്തതുകൊണ്ട് ഒരുപാട് കുഴപ്പമുണ്ട്. റോഡപകടങ്ങൾ 70%, തൊഴിലപകടങ്ങളിൽ വേറെ കുറേ ശതമാനം, സ്ത്രീകളുടെ കണ്ണീര് വേറെ. ബാക്കി കണക്കിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എത്ര കണ്ണീരൊഴുകി, എത്ര ഓമന മക്കൾ കൊല ചെയ്യപ്പെട്ടു, പിതാക്കളാൽ വിഷമിക്കുന്ന എത്ര മക്കൾ, ഭാര്യയുടെ കണ്ണീര് സൃഷ്ടിക്കുന്ന എത്ര ഭർത്താക്കൾ. ഈ കേരളത്തിൽ ഒരമ്മ മകനെ തെങ്ങ് കെട്ടിയിട്ട് നെഞ്ചത്ത് കത്തികൊണ്ട് കുത്തിയിട്ട് കൊന്നു. അത് പറയാൻ കാരണം ലോക ചരിത്രത്തിൽ അപൂർവ സംഭവമാണ്. മാതാവ് മകനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവമാണ്. ഞാൻ നിയമസഭയിൽ ഈ സംഭവം ഉദ്ധരിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ കാലത്ത് 2 മക്കളുണ്ടായിരുന്നു, 2 പേരും മദ്യപിച്ചു. വീട്ടിലേക്കൊന്നും കൊണ്ടുവരില്ല, അമ്മ സഹിച്ചു. ഒരു ദിവസം ഒരാളെങ്ങോട്ടോ ഓടിപ്പോയി, ഒരു മകൻ. അമ്മ ആശ്വാസമായി എന്ന് കരുതി. മറ്റവൻ പിന്നെയും മദ്യപിച്ചു വന്ന് ഉപദ്രവമായി. അമ്മയെ ഉപദ്രവിക്കും, മൂകയായ പെങ്ങളെ ഉപദ്രവിക്കും, മിണ്ടാൻ പറ്റാത്ത പെങ്ങളെ ഉപദ്രവിക്കും. സഹിച്ചു മടുത്ത ഒരു ദിവസം അമ്മ കയറുകൊണ്ട് മകനെ തെങ്ങിൽ കെട്ടിയിട്ട് കത്തി അവന്റെ നെഞ്ചിലേക്ക് ആഴ്ന്ന് താഴ്ത്തി. ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഈ ഇത്ര വലിയ ദുർഗതി ഈ നാട്ടിലുണ്ടായിട്ട് അതിനെതിരെ മൗനമായിട്ടിരിക്കുന്ന ആളുകളാണ് പെണ്ണിന്റെ കണ്ണീരിനെ കുറിച്ച് പറയണത്. അതുകൊണ്ട് ഭരണഘടനയുടെ വർത്തമാനമൊന്നും പറയണ്ട. ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എങ്ങനെ വന്നു ഞാനത് വിശദീകരിക്കുന്നില്ല. 1947 മാർച്ച് 28 എം.ആർ. മസാനി എന്ന വളരെ പ്രഗത്ഭനായ നിയമജ്ഞൻ മൗലികാവകാശങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഈ ഏകീകൃത സിവിൽ നിയമം. വോട്ടിനിട്ട് തള്ളിയതാണ്. മൗലികാവകാശങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു ഏകീകൃത സിവിൽ നിയമം, വോട്ടിനിട്ട് തള്ളി. അന്ന് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ വോട്ടിനിട്ട് തള്ളി. ഭരണഘടനാ ശില്പി അംബേദ്കർ ഇന്ത്യൻ ജനതക്ക് ഉറപ്പുകൊടുത്തു. മാർഗനിർദ്ദേശങ്ങളിലെ തത്വങ്ങളിൽ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിവിടെ നടപ്പിലാക്കാനുള്ളതല്ല. ഒരു സമുദായത്തിന്റെയും വ്യക്തി നിയമം നീക്കം ചെയ്യലല്ല ഗവൺമെന്റിന്റെ ജോലി, ഗവൺമെന്റിന്റെ ബാധ്യതയല്ല അത് എന്ന് അംബേദ്കർ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1967 1969 ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിനും ഇന്ത്യൻ ജനതക്കും ഉറപ്പുകൊടുത്തു. മുസ്ലിങ്ങൾക്ക് ആശങ്ക വേണ്ട, ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വേണ്ട, അവരുടെ വ്യക്തി നിയമത്തിൽ ഗവൺമെന്റ് ഇടപെടുകയില്ല. പിന്നീട് പ്രധാനമന്ത്രിയായി വന്ന ശ്രീമതി ഗാന്ധി നെഹ്റുവിന്റെ ഉറപ്പ് ആവർത്തിച്ചു. പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ ശ്രീ രാജീവ് ഗാന്ധി നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും ഉറപ്പ് ആവർത്തിക്കുക മാത്രമല്ല, രാജീവ് ഗാന്ധി പറയുമായിരുന്നു, ഞാനൊരു ഏക സിവിൽ കോഡ് വാദിയ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഏകീകൃത സിവിൽ നിയമമാണെന്ന. പക്ഷെ അത് കൊണ്ടുവരേണ്ട ആള് ഞാനല്ല, ഇന്ത്യയുടെ ജനങ്ങൾ തീരുമാനിക്കണം. ഇന്ത്യയിലെ മതങ്ങൾക്ക് സ്വീകാര്യമാകണം. ഇന്ത്യയിലെ സകല സമുദായങ്ങൾക്കും ഇടയിൽ സമവായം വേണം, കൺസെൻസസ്.
അങ്ങനെയൊക്കെയാണ് ഭരണാധികാരികൾ ഈ വിഷയത്തെ കണ്ടത്. അതായിരുന്നു രാജീവ് ഗാന്ധിയുടെ നിലപാട്. മാത്രമല്ല, രാജീവ് ഗാന്ധി അന്ന് നടത്തിയ പ്രസ്താവനയിൽ വാക്കുണ്ട്, മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം മാറ്റലല്ല എന്റെ ജോലി എന്നൊരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത്. ഇതൊക്കെ ഓർക്കണം. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇതൊക്കെ ഓർക്കണം. ആ രാജീവ് ഗാന്ധിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം വ്യക്തി നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ന്യൂനപക്ഷത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് ഇന്ത്യ കണ്ട പ്രഗത്ഭന്മാരായിട്ടുള്ള പാർലമെന്റേറിയന്മാരിൽപ്പെട്ട ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബിനോട്, ബനാത്വാലാജി, നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ബില്ല് പിൻവലിക്കൂ, ഗവൺമെന്റ് തന്നെ ന്യൂനപക്ഷങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നുവെന്ന് രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് മുസ്ലിം വിമൻ ഓൺ ഡിവോഴ്സ്, വിവാഹമോചന വേളയിലെ മുസ്ലിം വനിതയുടെ അവകാശ സംരക്ഷണ നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കുന്നത്. ഇതൊക്കെയാണ് ചരിത്രം. ഇതിനെതിരൊന്നും കണ്ണടക്കാൻ ആർക്കും കഴിയില്ല. ആ ചരിത്രം മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഇന്ത്യ പലതാണ്, ഇന്ത്യ പലതായിട്ട് തന്നെ നിൽക്കണം. ഈ ഏകീകൃത സിവിൽ നിയമം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഹിന്ദു സമുദായം അത് സ്വീകരിക്കോ? ഏകീകൃത സിവിൽ നിയമം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രശ്നമേ അല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഐക്യത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ പ്രശ്നമാണ്. മിസോറാമിലും നാഗാലാൻഡിലും ഏകീകൃത സിവിൽ നിയമം വന്നാൽ നടപ്പിലാക്കുമോ? അവർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് ഭരണഘടനയിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ പോലും ഈ രണ്ട് സ്റ്റേറ്റിൽ ചില പ്രത്യേക വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ബാധകമല്ല, അവർക്ക് ബാധകമാകാൻ പാടില്ല എന്ന് പാർലമെന്റിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് കൊടുത്ത പ്രത്യേക അവകാശമാണ്. ഗോവയിലെ ഹിന്ദുക്കൾക്ക് പ്രത്യേക റൈറ്റ് കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന. ഗോവയിലെ ഹിന്ദുക്കൾ പ്രത്യേകമായ ഒരു സമുദായമായി, ജനവിഭാഗമായിട്ട് പരിഗണിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ഏകീകൃത നിയമം വരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ എന്തായിരിക്കും അത് വന്നാൽ? ആർക്കൊക്കെ അത് ബാധകമാക്കും? എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ആരൊക്കെ അത് സ്വീകരിക്കും? മുസ്ലിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കണില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾക്കത് സ്വീകാര്യമാകുമോ? എന്നിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക് സ്വീകാര്യമാകാൻ? ഇന്ത്യൻ ദേശീയതക്കത് നിരക്കുമോ? ഇന്ത്യൻ മതേതരത്വത്തിന് നിരക്കുമോ? നാഗാലാൻഡിനെ നിങ്ങൾ എന്ത് ചെയ്യും? മിസോറാമിനെ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ അന്തർഭവിച്ച് കിടക്കുന്നു. ഭരണഘടനയുടെ മൗലിക മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ വേണ്ടി ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ച സുഹൃത്തുക്കളോട് പറയട്ടെ, ആ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്, തൊഴിലിന്റെ അവകാശം ഉറപ്പുവരുത്തണം, എല്ലാവർക്കും നല്ല തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ടായിരിക്കണം, മാന്യമായ തൊഴിൽ കൊടുക്കണം, ഇന്ത്യയിലുള്ള ജനതയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, വൃത്തിയുള്ള ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കണം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാനുഷികമായ സാഹചര്യം ഉണ്ടായിരിക്കണം, ഇന്ത്യയിലെ ഒരാളും തന്നെ വ്യഭിചാരത്തിലേക്കോ മറ്റോ പോകാത്ത വിധം, ഒരു പെണ്ണും വ്യഭിചരിക്കാത്ത വിധം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സുരക്ഷയും അഭിമാനവും കൊടുക്കണം. ഇതൊക്കെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കിടക്കണം. പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോകാത്ത വിധം എന്താരും ഒന്നും ഒച്ചപ്പാടുണ്ടാക്കാത്തത്? മുഴത്തിന് വേശ്യാലയം എപ്പോഴും മുളച്ചു പൊന്തുകയാണല്ലോ. അതുകൊണ്ട് അത് ഇവിടെ തന്നെ കിടക്കുന്നത്. ഏകീകൃത സിവിൽ നിയമം പറഞ്ഞ അതേ സാധനത്തിലായത് കിടക്കുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ. ഇത് മാത്രം പൊക്കിക്കൊണ്ടുവരുന്ന ആളുകൾ രാജ്യ താൽപര്യമാണോ? രാജ്യത്തിന്റെ ഐക്യത്തിന്റെ താൽപര്യമാണോ? ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള താൽപര്യമാണോ?
ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെയില്ലേ? പട്ടിണിയില്ലേ? ദാരിദ്ര്യമില്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു പങ്കെടുത്തു. എല്ലാവരും ഒന്നിച്ച് ഇന്ത്യയെ നിർമ്മിച്ചു. ആ ഇന്ത്യ ശക്തമായി ഇനിയും മുന്നോട്ട് പോകണം. ലോകത്തെവിടെയും വൈവിധ്യങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്നുണ്ടായി വന്നിട്ടുള്ളത്. എല്ലാവരും വൈവിധ്യത്തെ ആദരിക്കുന്നു. ഈ ഒന്നിച്ചാക്കണം, ഒറ്റ പോലെ ഒരുപോലെ ആക്കണമെന്ന് പറയുന്ന സുഹൃത്തുക്കൾ, ഞാൻ ചോദിക്കട്ടെ, ഇത് നിയമത്തിൽ മാത്രം മതിയോ? വേഷവിധാനം ഒന്നാക്കണ്ടേ? ഒരു രാജ്യത്തെല്ലാം ഏകീകരിക്കണമെങ്കിൽ വേഷവിധാനം ഒന്നാക്കണ്ടേ? എല്ലാവരും കണ്ടാ ഒരുപോലെ? ഭാഷ ഒന്നാകണ്ടേ? ഡൽഹിയിൽ പോയിട്ടൊരു മലയാളി മലയാളം പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കിടക്കുന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ പൗരന് ഈ മലയാളി പറയണത് മനസ്സിലാകുന്നില്ല. ആന്ധ്രയിൽ പോയാൽ അവിടെ പോയിട്ട് പറയണത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മനസ്സിലാകുന്നില്ല. കേരളത്തിൽ ധാരാളം ബംഗാളികളും മറ്റ് സംസ്ഥാനക്കാരും വന്നിരുന്നു, പാവങ്ങൾ. അവരൊക്കെ രക്ഷപ്പെട്ടു പോവായിരുന്നു. ഇപ്പൊ അവസ്ഥ മാറി, അവരൊക്കെ കൂട്ടത്തോടെ മടങ്ങുകയാണ്. ആ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് സംസാരിക്കുന്ന ഭാഷ ഇവിടെയുള്ളവർക്ക് മനസ്സിലാകുന്നതല്ല, ഇവിടുത്തെ ഭാഷ അവർക്കും മനസ്സിലാകുന്നതല്ല. ഒക്കെ പോട്ടെ, അതൊക്കെ ഒന്നാക്കണ്ടേ? കാലാവസ്ഥ ഒന്ന് ഒന്നാക്കണ്ടേ? ഡൽഹിയിൽ ഇപ്പം നവംബറാണ്, മരം കോച്ചുന്ന തണുപ്പാണ്. മരം കോച്ചുന്ന തണുപ്പാണ് ഇപ്പൊ ഡൽഹിയിൽ. ഇവിടെ നമ്മളിരുന്ന് വേർക്കല്ലേ എപ്പോഴും ഈ രാത്രി? ഇതൊന്നും ഒന്നാക്കണ്ടേ? ഏകീകരണമാണ് ഐക്യത്തിന്റെ അടിസ്ഥാനം എന്ന് ആരാ അങ്ങക്ക് പറഞ്ഞു തന്നത്? ആരുടെ തലയിലായി ഇത് ഉദിച്ചത്? ഏകീകരണമല്ല ഐക്യത്തിന്റെ അടിസ്ഥാനം. ഐക്യത്തിന്റെ അടിസ്ഥാനം ബഹുസ്വരതയാണ്, വൈവിധ്യങ്ങളെ മാനിക്കുക. നീ അവിടെ നിന്നോ, ഞാനിവിടെ നിൽക്കാം, നിനക്ക് പറ്റിയ ആഹാരം നീ കഴിച്ചോ, എന്റെ ആഹാരം ഞാൻ കഴിക്കും, എന്റെ വേഷം ഞാൻ അണിഞ്ഞോട്ടെ, നിന്റെ വേഷം നീ അണിഞ്ഞോ, എന്റെ ഭാഷ ഞാൻ സംസാരിക്കാം, നിന്റെ ഭാഷ നീ സംസാരിച്ചോ, നിന്റെ മതം നിനക്ക്, എന്റെ മതം എനിക്ക്, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ഖുർആൻ വിളംബരം ചെയ്ത പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. സെക്യുലാരിസം, മതേതരത്വം, മതനിരപേക്ഷത. അതിന്റെ പേരിൽ കലഹം വേണ്ട. പരസ്പരം മാനിക്കുക, പരസ്പരം ആദരിക്കുക. ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ആദരിക്കണം. അംഗീകരിച്ചാൽ മാത്രം പോരാ, ആദരിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നുവെന്ന് സൃഷ്ടാവായ കാരുണ്യവാനായ സർവശക്തൻ തന്നെ പ്രഖ്യാപിക്കുന്ന വിധം ഓരോ മനുഷ്യനും ആദരണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതാണ് ഇന്ത്യ ലോകത്തോട് പറഞ്ഞത്. ആ ഇന്ത്യയുടെ നിലനിൽപ്പും ഭാവിയും അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാതെ, നിയമമുണ്ടാക്കുന്ന പണിയിലേക്ക് പോകാതെ. നിയമമുണ്ടാക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നശീകരണത്തിന്റെ, ഏകീകൃത സിവിൽ നിയമം ഏകീകരണത്തിനല്ല ഉപകരിക്കുക, നശീകരണത്തിനാണ് ഉപകാരപ്പെടുക. നശീകരണത്തിലേക്കുള്ള വാതിലാണത്. ആ നശീകരണത്തിലേക്കുള്ള വാതിൽ എത്രയും പെട്ടെന്ന് അടച്ചു വെക്കണം. എല്ലാവരും വിശ്വാസത്തിലെടുക്കണം. ഈ മുസ്ലിം ന്യൂനപക്ഷം എവിടെയെങ്കിലും പറഞ്ഞോ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ ഇന്നോളം ഞങ്ങളുടെ നിയമം ഇവിടെ മറ്റു മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്ന്? ഏതെങ്കിലും മുസ്ലിം സംഘടന? അവരാകെ പറയണത് മുസ്ലിം സമുദായത്തിന് ഇത് ബാധകമാക്കണം. അത് തന്നെ മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടവർ പറയാൻ നിൽക്കട്ടെ, ഞാൻ അതിന് നിൽക്കുന്നില്ല. ആയിക്കോട്ടെ. മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികൾ ഞാൻ ഈ വ്യക്തി നിയമത്തിന് ബാധകമല്ല എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോ, അയാളെ ഒഴിവാക്കി കൊടുത്തേക്ക്. പക്ഷേ ഈ സമുദായം ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഇത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണമാണ്. ഞാനിതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വിവാഹമോചനത്തിന്റെ ശതമാന കണക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇല്ലാത്ത കണക്ക് പെരുപ്പിച്ചുണ്ടാക്കുകയാണ്. മുത്തലാഖൊക്കെ വെറുതെ കൊണ്ടുവന്ന പുകമറയാണ് ആ സാധനം. തലാഖാണെങ്കിലും മുത്തലാഖാണെങ്കിലും എന്താ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഉപായമാണ് മുത്തലാഖ്. അങ്ങനെയുള്ള ഉപായങ്ങളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിൻവാതിലൂടെ കൊണ്ടുവരുന്ന നടപടിക്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണം. ഗവൺമെന്റ് അതിൽ നിന്ന് പിന്തിരിയണം. ഭരണഘടന
ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകിയ അവകാശമാണ് എവരി പേഴ്സൺ ഈസ് എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലീജിയൻ. തന്റെ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് 25ാമത്തെ ഖണ്ഡിക. അതിനെതിരാണ് ഈ നടക്കുന്ന ഒച്ചപ്പാടൊക്കെ. മുസ്ലിം ന്യൂനപക്ഷം അത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചേക്കാം, ഞങ്ങൾ വിവാഹമോചനം ഒരു ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ലോകത്തിൽ ഏത് സമൂഹവും അംഗീകരിച്ചിട്ടുള്ള ലോകത്തെ പരിഷ്കൃതമായിട്ടുള്ള സംഗതിയാണ്. ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദുരുപയോഗത്തിനെതിരെ നടപടി സ്വീകരിക്കണം. അത് സമുദായത്തിനകത്ത് തന്നെ ഉത്ബോധനം നടക്കണം. ഗവൺമെന്റിനും അത്തരം ദുരുപയോഗങ്ങളെ തടയാം. ഇവിടെ കോർട്ടുകളുണ്ട്, അതിനൊക്കെ നിരവധി നടപടിക്രമങ്ങളുണ്ട്. കോടതിയിൽ കൂടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ത്യ രാജ്യത്തിലെ കോടതികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങളും. ജുഡീഷ്യറി നമ്മുടെ ജനാധിപത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്തംഭമാണ്. ആ ജനാധിപത്യം എന്താണ്? ജനാധിപത്യം വൈവിധ്യത്തെ അംഗീകരിക്കലാണ്, വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളലാണ്. എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ ജനാധിപത്യം അല്ല, അത് സർവാധിപത്യമാണ്. എല്ലാം ഒന്നാക്കണം, സർവാധിപത്യം എന്നാണ് അതിന് പറയാ. ജനാധിപത്യം എല്ലാവരുടെ വീക്ഷണവും അംഗീകരിക്കുക, എല്ലാവരുടെ അഭിപ്രായവും കേൾക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതാണ് ഇന്ത്യയുടെ ശക്തി. സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഉറപ്പ് നൽകപ്പെട്ട കാര്യമാണത്. ഞാൻ ഇവിടെ പറഞ്ഞു, ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ 1947 മാർച്ച് 28 MR മസാനിയുടെ ആ നിർദ്ദേശത്തെ ഭരണഘടനാ നിർമ്മാണ സഭ വോട്ടിനിട്ട് തള്ളി. 47 മാർച്ച് 28, 47 ആഗസ്റ്റിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ തള്ളിയ സാധനമാണത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്പിരിറ്റിന് പോലും എതിരാണിത്, ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരാണിത്. ഇന്ത്യ ലോകത്ത് ഉയർന്നു നിൽക്കണം. ഇന്ത്യ ഇനിയും ഉയർന്നു നിൽക്കും. ഇന്ത്യയെ ഉയരത്തിൽ തന്നെ നിർത്താൻ ഇന്ത്യയിലെ സഹോദര സമുദായങ്ങളോടൊപ്പം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷവും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുക തന്നെ ചെയ്യും. അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടക്കമുള്ള സംഘടനകളുടെ ഈ നിലപാട്. എന്നും രാജ്യത്തിന് വേണ്ടി, എന്നും ഭരണഘടനയ്ക്ക് വേണ്ടി, എന്നും ജനാധിപത്യത്തിന് വേണ്ടി, എന്നും സമാധാനത്തിന് വേണ്ടി, എന്നും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രിക്ക് വേണ്ടി. അതാണ് അന്നത്തെ പ്രഖ്യാപനം മുതലക്കുളം മൈതാനിയിലേത്. അതാണ് ഇന്നത്തെയും പ്രഖ്യാപനം. സമുദായ മൈത്രി. ആ സമുദായ മൈത്രിയിലൂടെ തന്നെ ഇതിനെ ചെറുത്തു തോൽപ്പിക്കും. ഇത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമാക്കി മാറ്റാൻ നോക്കണ്ട. ഇത് ഇന്ത്യയുടെ ഐക്യത്തിന്, ഇന്ത്യയുടെ നിലനിൽപ്പിന് വിഘാതമായിട്ടുള്ള സംഗതിയാണ്. അത് ഇന്ത്യയുടെ ദേശീയത നേരിടുന്ന വിഷയമാണ്. ഇന്ത്യ ലോകത്തിന് മതസ്വാതന്ത്ര്യം ഉയർത്തിക്കാട്ടിയ രാജ്യമാണ്. ഇന്ത്യ നിരവധി മതങ്ങൾക്ക് ജന്മം നൽകുകയും മറ്റു നിരവധി മതങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത നാടാണ്. ഇന്ത്യ മതങ്ങളുടെ കേളീഗൃഹമാണ്. ഇന്ത്യ ബഹുസ്വരതയുടെ ആഘോഷത്തിന് അവസരമൊരുക്കിയ രംഗവേദിയാണ്. ആ ഇന്ത്യയെ അതിന്റെ ഐക്യത്തോടുകൂടി നിലനിർത്താൻ നടത്തുന്ന ശ്രമങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹാസമ്മേളനം, ഇതുപോലുള്ള സമ്മേളനങ്ങൾ മുതലക്കുളത്തിതാ നീണ്ട് പരന്ന് കിടക്കുന്ന ഈ ജനതതി എന്തിന്റെ അടയാളമാണ്? ഈ ജനതതിയുടെ പ്രഖ്യാപനം ഒന്നാണ്, എന്തും സഹിക്കാം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നീക്കിക്കളയാൻ ഒരിക്കലും തയ്യാറാവുകയില്ല എന്നതിന്റെ വിളംബരമാണ്, പ്രഖ്യാപനമാണ് ഈ ജനതതിയുടെ പ്രഖ്യാപിക്കുന്നത്. ഈ ജനതതി ഭരണഘടന ഉയർത്തിപ്പിടിക്കാനാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന, ലോകോത്തരമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 1986 രാജീവ് ഗാന്ധി ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് 86-ലോ 85-ലോ തുടങ്ങിയ ആ മഹത്തായ യജ്ഞം, മുതലക്കുളം മൈതാനിയിൽ അന്ന് മുഴങ്ങിയ ശബ്ദം, അന്തരീക്ഷത്തിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം. അതിനുശേഷം ഇന്ത്യ മുഴുക്കെ, കേരളം മുഴുക്കെ സടകുടഞ്ഞെഴുന്നേറ്റു.
എത്ര ശരീഅത്ത് വിശദീകരണ സമ്മേളനങ്ങൾ, എത്ര മഹാപണ്ഡിതന്മാർ. സമസ്തയുടെ ഭാഗത്ത് നിന്ന് തന്നെ KT മാനി മുസ്ലിയാരെ പോലെ നാടായ നാടുതോറും ഗ്രാമമായ ഗ്രാമം തോറും നാട്ടിക മൂസ മൗലവിയെ പോലെ ആ കാലഘട്ടം തീക്ഷണമായിരുന്നു. കൊച്ചു കൊച്ചു കുട്ടികൾ പോലും പ്രസംഗിക്കുന്നിടത്ത് വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ ഏകീകൃത സിവിൽ നിയമവാദികളെ മുട്ടുകുത്തിച്ചത് കുഞ്ഞുമക്കളായിരുന്നു. വാദഗതി കൊണ്ട്, ന്യായം കൊണ്ട്, അക്രമമില്ല, പ്രതിപക്ഷ ബഹുമാനത്തോടെ, ജനാധിപത്യ സംസ്കാരത്തോടെ, ഭരണഘടനാനുസൃത മാർഗത്തിലൂടെ. എനിക്കിന്നും ഓർമ്മയുണ്ട്, ശംസുൽ ഉലമയുടെ അന്നത്തെ സകല പ്രസംഗങ്ങളിലും അദ്ദേഹം എടുത്തു പറയുമായിരുന്നു ഭരണഘടന, 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 ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. അത് ചെറിയ വാക്കല്ല, അതിൽ വലിയൊരു സംഗതിയുണ്ട്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, എത്രയെത്ര യോഗങ്ങളിൽ ഞാൻ തന്നെ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. എത്രയെത്ര പാതിരാത്രികൾ, എത്രയെത്ര യാത്രകൾ, ഒന്നിച്ചൊരു വാഹനത്തിൽ, ഒന്നിച്ചൊരു വേദിയിൽ, ഒന്നിച്ചുള്ള യാത്രകൾ, ഒന്നിച്ചുള്ള മടക്കം. നാം തിരിഞ്ഞു നോക്കുകയാണ്, നാം തിരിഞ്ഞു നോക്കുകയാണ്, നാം തിരിഞ്ഞു നോക്കുകയാണ്. ആ തിരിഞ്ഞു നോക്കത്തിൽ ഏത് കൊടുങ്കാറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ കൊടുങ്കാറ്റിനെ തിരിച്ചുവിട്ട പാരമ്പര്യമാണുള്ളത്. അത് വന്നയിടത്തേക്ക് തിരിച്ചു പോവുകയും ഇവിടെ സർവമായ ശാന്തി കൈവരികയും ചെയ്യും. അന്ന് ഇന്ത്യയിലെ മറ്റു സഹോദര സമുദായങ്ങൾ അതിന്റെ കൂടെ നിന്നു. പാർലമെന്റല്ലേ പാസ്സാക്കുന്നത്? പാർലമെന്റിൽ വോട്ട് ചെയ്ത് മുസ്ലിങ്ങൾ മാത്രം? എല്ലാവരും വോട്ട് ചെയ്തില്ലേ മുസ്ലിം വനിതാ സംരക്ഷണ നിയമത്തിന്? അതല്ലേ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ശക്തി. അതാണ് നാരായണ ഗുരു പഠിപ്പിച്ച വാക്ക്. ഞാൻ ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയമപരന്റെ അതൻ പ്രിയം, പ്രിയമപരന്റെ അതൻ പ്രിയം. മറ്റുള്ളവന്റെ പ്രിയത്തെ സ്വന്തം പ്രിയമായിട്ട് കാണണം. അതാണ് ഇന്ത്യ. ആ പ്രിയത്തെ അടിച്ചൊതുക്കല്ല, അതിന്റെ മുകളിൽ അവനാന്റെ പ്രിയം കൊണ്ട് അടിച്ചേൽപ്പിക്കല്ല. പ്രിയമപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ആദിയിലൊരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയ അപരന് സുഖത്തിനായി വരേണം. അവനവൻ സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് പോലും മറ്റുള്ളവന്റെ സുഖം പരിഗണിച്ചുകൊണ്ടാകണമെന്ന് പഠിപ്പിച്ച ഇന്ത്യയുടെ കൊടിയടയാളത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇന്ത്യയുടെ പാരമ്പര്യത്തെ പിന്നെയും പിന്നെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, ആ പാരമ്പര്യത്തിന്റെ പ്രതീകമായ ഇന്ത്യയുടെ മതേതരത്വത്തെ ഗാന്ധിജി ഊട്ടി വളർത്തിയ, നെഹ്റു ഊട്ടി വളർത്തിയ, മൗലാന അബുൽ കലാം ആസാദ് ഊട്ടി വളർത്തിയ, ബാബാ സാഹബ് അംബേദ്കർ ഊട്ടി വളർത്തിയ, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഊട്ടി വളർത്തിയ ആ മതേതരത്വത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുതലക്കുളം മൈതാനിയിൽ തടിച്ചുകൂടിയ സഹോദരങ്ങളെ, അന്ന് ശംസുൽ ഉലമ മുന്നിൽ നടന്നുവെങ്കിൽ അന്ന് പിന്നാലെ നടന്നതിന്റെ പിന്നാലെയാണ് നിങ്ങളിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. കാലം മാറിയിട്ടില്ല, സൂക്കേടുകൾ മാറിയിട്ടില്ല, പ്രതിഭാസങ്ങൾ മാറിയിട്ടില്ല, പ്രവണതകൾ മാറിയിട്ടില്ല. മാറാത്ത ഹൃദയത്തോടെ, ചഞ്ചലമാകാത്ത പാദങ്ങളോടെ ആ മുന്നോട്ടുള്ള മാർച്ച് സത്യത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, മൈത്രിക്ക് വേണ്ടി, ഭരണഘടനയുടെ അവകാശങ്ങളും താൽപര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, സർവോപരി ഏറ്റവും വിലപ്പെട്ട സൗഹൃദം, സമുദായ സൗഹൃദം, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമോ? ഇപ്പൊ തന്നെ തരാം. ഒരു വ്യവസ്ഥയുണ്ട്, നിങ്ങൾ ഹിന്ദു മുസ്ലിം മൈത്രി ഒന്ന് മാറ്റിവെക്കണം എന്ന് കുത്തബ് മീനാറിന്റെ മുകളിലൂടെ ഒരു മലക്ക് വന്ന്, ഒരു മാലാഖ വന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, മഹാപണ്ഡിതനായ സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു, ഞാൻ പറയും സ്വാതന്ത്ര്യം വേണ്ട, ഹിന്ദു മുസ്ലിം മൈത്രി മതി. സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ഇന്ത്യക്ക് മാത്രമാണ്. ഹിന്ദു മുസ്ലിം മൈത്രി നഷ്ടപ്പെട്ടാൽ അത് മാനവരാശിയുടെ നഷ്ടമാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാം, സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കാം.
ഹിന്ദു മുസ്ലിം മൈത്രി ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. ആ മതേതരത്വത്തിലൂടെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തെ ന്യൂനപക്ഷ സമുദായം മറ്റു സമുദായങ്ങളോട് തോൾ ചേർന്നുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.